ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞായറാഴ്ചയായിട്ട് എല്ലാവരും എന്താണ് പരിപാടി? ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഒരു ചെറിയൊരു പ്രൊഡക്റ്റീവ് ഡേ ആട്ടോ കാണാൻ പോകുന്നത്. ഞാൻ കുറേ ദിവസമായി എന്തെങ്കിലും പ്രൊഡക്റ്റീവായി ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും ഫ്രീ അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് സൈക്കിൾ ഓടിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. ഇന്ന് കുറച്ച് മഴയുള്ള ദിവസമായിരുന്നേ, പുറത്തൊക്കെ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ റെയിൻ കോട്ട് ഇട്ടിട്ടാണ് പുറത്തിറങ്ങിയത്. അങ്ങനെ ഞാനിതാ എൻ്റെ പൊട്ടിപ്പൊളിഞ്ഞ സൈക്കിളിനെ പുറത്തെടുത്തു. അപ്പോൾ നമുക്ക് സൈക്കിൾ ഓടിക്കാൻ പോകാം. ഞാൻ സൈക്കിൾ ഓടിച്ചിട്ട് കുറച്ച് കാലമായിട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ബാലൻസ് പ്രശ്നമുണ്ട്. പക്ഷേ ഈ ഫോണും പിടിച്ചിട്ട് ഇങ്ങനെ സൈക്കിൾ വിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഇറ്റ്സ് ഓക്കെ, നല്ല രസമായിരുന്നു കേട്ടോ. അത്യാവശ്യം ചെറിയ തണുപ്പും അതിൻ്റെ ഒപ്പം തന്നെ മഴയും നല്ലൊരു വേറൊരു ഫീലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അവിടെ കാണുന്ന ആ ബെഞ്ചിൽ കുറച്ച് നേരം ഇരുന്നു. അവിടെ ഇരുന്ന് ഞാൻ കുറച്ച് നേരം പാട്ടൊക്കെ കേട്ട് കുറച്ച് നേരം അങ്ങ് പ്രകൃതിയുടെ ഭംഗി ആസ്വദിച്ച് കുറച്ച് നേരം അങ്ങനെ ഇരുന്നു കേട്ടോ. മഴയായതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക രസമായിരുന്നു. മഴയും അതിൻ്റെ ഒപ്പം കുറച്ച് തണുപ്പും മൊത്തത്തിൽ ഒരു നല്ല രസമായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും എൻ്റെ സൈക്കിൾ യാത്ര തുടങ്ങി. അങ്ങനെ എത്തിയപ്പോഴാണ്ട് അവിടെ 2 കുതിരേനെ കണ്ടു. അപ്പം എനിക്ക് ആദ്യം പേടിയുണ്ടായിരുന്നു അതിനെ തൊടാൻ. ഞാൻ ജസ്റ്റ് അകലേന്ന് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചുള്ളൂ. അത് എന്നെ കണ്ടപ്പോഴാണെങ്കിൽ രണ്ട് കപ്പിൾസാണെന്ന് തോന്നുന്നു. 2 പേരും എൻ്റെ അടുത്തേക്ക് വന്നു. എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് തൊടാൻ ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അതേ സമയത്ത് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അതെങ്ങാനും ചവിട്ടുമോന്നായിരുന്നു എൻ്റെ പേടി. കാരണം കുതിരേൻ്റെ ചവിട്ടും കൊണ്ടിട്ട് എനിക്ക് തിരിച്ചു പോകാൻ വയ്യ. അപ്പോൾ അതുകൊണ്ട് 2 പേരും ഉണ്ടായിരുന്നു. നല്ല രസമാണ് കേട്ടോ. അതുങ്ങളെ കണ്ടാൽ ഇങ്ങനെ നമുക്ക് പിടിച്ച് കൊഞ്ചിക്കാൻ തോന്നും. പക്ഷേ എനിക്ക് പേടിയുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് നേരം അതിൻ്റെ അടുത്ത് നിന്നപ്പോൾ അതെന്നെ തൊടാൻ സമ്മതിച്ചു. തൊട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് പേടിയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതുങ്ങളെ കാണാൻ നല്ല രസമായിരുന്നു. എനിക്കാണെങ്കിൽ അവിടുന്ന് വരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെ തന്നെ നിന്നു. അതുങ്ങളെ കുറച്ച് അധികം നേരം ഞാൻ തടവി കൊടുത്തു. അങ്ങനെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയം പറഞ്ഞ് വീണ്ടും എൻ്റെ സൈക്കിൾ യാത്ര തുടങ്ങി. മടുത്തു. നല്ല മഴ പെയ്യുന്നുണ്ട്. മഴ ചെറുതായിട്ട് ഇങ്ങനെ തൂളുന്നുണ്ട്. അയ്യോ, എനിക്ക് പേടിയായിരുന്നു കേട്ടോ കുതിരേനെ തൊടാൻ. ഞാൻ വിചാരിച്ചത് ചവിട്ടോ വല്ലതും ചെയ്താലോ എന്ന് വിചാരിച്ച്. തൊടാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എനിക്ക് തൊടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിന് കണ്ടാൽ നല്ലോണം തൊടാൻ തോന്നില്ല നമുക്ക്. പക്ഷേ എനിക്ക് തൊടാൻ പറ്റി. നല്ല രസമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാനിതാ സൈക്കിൾ ഓടിച്ച് എവിടെയൊക്കെ എത്തിയിട്ടുണ്ട്.
ഞാൻ ഇങ്ങനെ എപ്പോഴും സൈക്കിൾ ഓടിക്കാത്തതുകൊണ്ട് നല്ലോണം ഞാൻ മടുത്തു കേട്ടോ. ഒന്നാമത് തണുപ്പും കൂടി ആകുമ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അപ്പോൾ പെട്ടെന്ന് ഒരു കിതയ്ക്കുന്ന ഫീലാണ്. ശരിക്കും മടുത്തു. അയ്യോ, ഇനി കയറ്റം കയറി പോകണം. കയറ്റം ചവിട്ടാനുള്ള ആരോഗ്യം ഇരിക്കില്ല. അയ്യോ, നമുക്കിനി കുറച്ച് നേരം ഉണ്ടാം. ഞാൻ കുറച്ച് വേഗം ചവിട്ടാമെന്ന് വിചാരിച്ചിട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫോണിൽ 7% ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ വൈകുകയാണെങ്കിൽ എൻ്റെ ബാറ്ററി തീരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോകാമെന്ന് വിചാരിച്ചു. ഗൈസ്, അങ്ങനെ ഞാനിതാ വീട്ടിലെത്തിയിരിക്കുന്നു. ഇന്നത്തെ ദിവസം ഞാൻ കുറച്ചധികം പ്രൊഡക്റ്റീവായി പോയിട്ടോ. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്ന വൈക്കൊന്ന് ചെറുതായി ബ്രേക്ക് പിടിച്ചതോ, കറങ്ങിയടിച്ച് നിലത്ത് കിടന്ന്. ഇതേ പറ്റിയുള്ളൂ, വേറെ ഒന്നും പറ്റിയില്ല. കുറേ നാൾ കൂടിയായിട്ടോ ഒന്ന് വീഴുന്നത്. അപ്പം ആ വിഷമം അങ്ങ് മാറി കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞാനിതാ പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ സലാഡ് ഉണ്ടാക്കി. പിന്നെ അതിൻ്റെ ഒപ്പം നൂഡൽ, പിന്നെ നമ്മുടെ സോസ്. ഇതൊക്കെയുള്ള എൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ. പിന്നെ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ബൈ ബൈ.